ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത കോച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. മേലുദ്യോഗസ്ഥൻ്റെ ഇടയിൽ അദ്ദേഹം വരികയും ചെയ്തു. നന്ദുവിനെ പറ്റി, അതായത് പ്രത്യേകിച്ച് ഒരാളെ പറ്റി പോയ ആൾ തന്നോട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കാര്യം ഈ പുതിയ കോച്ച് പറയുക. അപ്പോൾ അയാൾക്ക് അയാൾ പോയ പാതയിൽ താൻ പോകണ്ടെന്ന് ഈ സാറ് ഇദ്ദേഹത്തിനോട് പറയാം. നന്ദൻ എന്ന ട്രെയിനിനെ പറ്റിയല്ലേ അദ്ദേഹം സംസാരിച്ചതെന്ന് ചോദിക്കുമ്പം അതെ സാർ. അപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം അയാൾ ആ പെൺകുട്ടിയെ ക്യാമ്പിലിട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്നും ഞാൻ ട്രെയിനീസിനെയെല്ലാം മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നുവെന്നും അതിലൊരു 90% കുട്ടികളും നന്ദനയെ അനുകൂലിച്ചാണ് സംസാരിച്ചതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. കഴിവും പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി. ശരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മുതൽക്കൂട്ടാവുന്ന ഒരു പെൺകുട്ടിയാണത് എന്ന കാര്യമൊക്കെ ഇദ്ദേഹം പറയുവാണ്. അവളെ മനസ്സുമടുപ്പിച്ച് പറഞ്ഞു വിടാനാണ് അയാൾ ശ്രമിച്ചതെന്ന കാര്യവും, എന്നാൽ ആ പെൺകുട്ടിക്കുള്ള സ്വാധീനം അയാൾ മനസ്സിലാക്കിയില്ലെന്നുള്ള കാര്യവും ഈ സാറ് പറയുക. അവിടെയാണ് അയാൾക്ക് പിഴച്ചു പോയതെന്ന്. നമ്മൾ പണവും സ്വാധീനവും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരുടെയും നിർദ്ദേശപ്രകാരമാണ് അയാൾ നന്ദുവിനെ ഇത്രത്തോളം ഉപദ്രവിച്ചത്. താൻ ആ കുട്ടിയെ ഒന്ന് നിരീക്ഷിക്കണമെന്നൊക്കെ, എന്നിട്ട് ഈ മധുസൂദനൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി സാർ, ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ബാച്ചിലുള്ള ഏറ്റവും നല്ല ട്രെയിനിയാണ് ആ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറയുമ്പം ശരി സാർ, ഞാൻ അത് നോക്കിക്കോളാമെന്ന് പറഞ്ഞു. മിടുക്കരായിട്ടുള്ളവരെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ളതാണല്ലോ സാർ. അവർക്ക് ആത്മാർത്ഥത കൂടുകയും ചെയ്യുമല്ലോ. എന്നാൽ പിന്നെ നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ ചാർജ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ നമ്മുടെ നന്ദുവിൻ്റെ ട്രെയിനിയായിട്ട് വരുന്നു. അതിനുശേഷം പിന്നെ അവിടെ നന്ദുവും അതുപോലെ ഓരോരുത്തരുമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ആ സമയത്താണ് പുതിയ കോച്ചായിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ കോച്ച് ബിനോയ് ജോൺ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. നന്ദന ഇങ്ങനെ ഇതായിട്ട് നിൽക്കാം. വന്നപ്പോൾ തന്നെ നല്ലൊരു ഫൈറ്റ് കണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുവാണേ. എന്താ തൻ്റെ പേരെന്ന് നന്ദുവിനോട് പേരും ചോദിച്ചു. അപ്പം നന്ദന എന്ന് പറഞ്ഞു. ഓ, ഇയാളാണ് നന്ദന അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ നോക്കുക. ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സാറ് നന്ദന എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണു. ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ഇവൾക്ക് തലവേദന ആയിരിക്കുമോ? അപ്പോൾ പോയവനിനി പാര വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് തുഷാരയോട്. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം അവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദുവിനോട് കൺഗ്രാറ്റ്സ് പറയുമോ സാറ്. വന്നപ്പോൾ തന്നെ നന്ദന ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ. ചാർജ് എടുത്തപ്പോൾ തന്നെ സാറ് പറഞ്ഞിരുന്നു ഇവിടെ നടന്ന ചില കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പം മധുസൂദനൻ സാർ ഇവിടെ ചാർജ് എടുത്തപ്പോൾ മുതൽ എന്നോട് എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നതെന്ന കാര്യം നന്ദു പറയും സാറിനോട്. അതിൻ്റെ കാരണം പിന്നീടാണ് വ്യക്തമായത് എന്ന് പറയുമ്പം എന്താണ് കാരണമെന്ന് ചോദിച്ചു. അത് ചില കുടുംബ പ്രശ്നമാണ് സാർ. എൻ്റെ കുടുംബവുമായി ബന്ധമുള്ളവർ തന്നെയാണ് മധുസൂദനൻ സാറിനെ കുറിച്ച് കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്. അത് തെളിവ് സഹിതം എനിക്ക് ബോധ്യപ്പെട്ടതാണെന്ന് നന്ദു പറയുമ്പം നന്ദന മൂർത്തിസ് ജ്വല്ലറിക്കാരുടെ ബന്ധുവാണല്ലേ എന്ന് ചോദിക്കുമ്പം അതെ സാർ, എൻ്റെ 2 ചേച്ചിമാരെയും വിവാഹം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് അവിടേക്കാണ്. അപ്പോൾ ഗുഡ്, അപ്പോൾ ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടല്ലേ എന്ന് ഈ സാർ ഇങ്ങനെ നന്ദുവിനോട് ചോദിച്ചു. പിന്നെ ഈ ജോലിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇതിലേക്ക് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ സാർ. എൻ്റെ പേരൻസ് അത്ര സമ്പത്തുള്ളവരൊന്നും അല്ല എന്ന് നന്ദു പറയുമ്പോൾ അല്ല, ചേച്ചിമാർ വലിയൊരു കുടുംബത്തിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നടന്നതാണ് സാറെന്ന് നന്ദു പറയുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ നന്ദു ട്രെയിനിങ് തുടർന്നോളാൻ പറഞ്ഞു. ഞാൻ ആരോടും പക്ഷാഭേദം കാണിക്കാറില്ല, എല്ലാവരെയും പരമാവധി സഹായിക്കാറേ ഉള്ളൂ എന്ന് ഈ സാർ നന്ദുവിനോട് പറയുവാണ്. നന്ദനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പഴയ ട്രെയിനറെന്നും ഈ സാറ് നന്ദുവിനോട് പറയുവാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ഈ സാറ് നന്ദുവിനോട് പറഞ്ഞു. ഞാൻ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ഈ സാറ് പറയുമ്പം നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു അവിടുന്ന് അങ്ങ് പോകണു. നന്ദുവിനെ നോക്കിക്കൊണ്ട് ഈ സാർ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ജയൻ ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് വരുമോ വല്ലേച്ചാ എന്നും പറഞ്ഞു വിളിച്ച് ഭയങ്കര സോപ്പിങ് കേട്ടോ. അപ്പോൾ നീയോ എന്താണ് നിന്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം? വലിച്ച നമ്മുടെ മുത്തശ്ശനാൾ അടിപൊളിയല്ലേ? അത് നീ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഇന്ന് സ്പെഷ്യലായിട്ടൊരു അടിപൊളിയൊക്കെ ആയിട്ട് വന്നത്? അയ്യോ ഒന്നുമില്ല, ചുമ്മാ. ഒന്നുമില്ലാതെ ഒന്നും ആയിരിക്കത്തില്ല. എന്താ കാര്യം? എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ലഡു പൊട്ടിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം. എൻ്റെ ഓർമ്മയിൽ നിന്റെ അച്ഛൻ നിന്നെ തല്ലിയിട്ടില്ല. അവൻ ആരോടും ഇന്നുവരെ കയർത്ത് സംസാരിച്ചിട്ടും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവൻ നിന്റെ കരണത്ത് തല്ലിയതേ നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പം കാരണമാണെന്ന് പറയുമ്പോൾ അനിയുടെ ചിക്കിയൊക്കെ അങ്ങ് മാഞ്ഞു. ഇപ്പം അച്ഛൻ്റെ റെക്കമെൻഡേഷനിൽ പുതിയ ട്രെയിനറെ നന്ദുവിൻ്റെ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് നീ ഇപ്പോൾ കാണിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം അതുവിനെ വലിയച്ച അവൾ ന്യായമായിട്ടും ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങേണ്ടതല്ലേ? എന്നിട്ടത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ ഓർമ്മിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവളെ സഹായിക്കണ്ടേ എന്ന് അനി ചോദിക്കുമ്പം അങ്ങനെ സഹായിക്കാൻ നയനയും ആദർശം ദിന മുത്തശ്ശനും ഒക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. അതൊന്നും നീ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല.
വല്യച്ച, അന്ന് ഞാൻ നന്ദുവിനെ കാണാൻ പോയത് കൊണ്ടല്ലേ അവളുടെ കഷ്ടപ്പാടിനെ പറ്റി എല്ലാവരും അറിഞ്ഞത്. അല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്ദു കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറയുമായിരുന്നല്ലോ. പക്ഷെ ഇതുവരെ അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അതെ, ദേ, നിന്നെ മറന്ന് നടക്കുന്ന നിന്റെ ഭാര്യയെ നീ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നീ മുത്തശ്ശൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു അടിപൊളി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അപ്പൊ എൻ്റെ ഫീലിങ്സ് മാത്രം ഇവിടെ എന്താ ആർക്കും ഒന്നും മനസ്സിലാവാത്തത്? വല്യച്ഛൻ്റെ കാര്യം പോട്ടെ, എന്നെ മറ്റാരെക്കാളും അറിയാവുന്ന ആദർശേട്ടൻ പോലും ഇപ്പം എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് അനി പറയുമ്പോൾ, എടാ, നിന്റെ ഏട്ടൻ നിന്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ കോപ്പിയാ. അങ്ങനെയുള്ള നിന്റെ ഏട്ടൻ ന്യായത്തിൻ്റെ ഒപ്പം മാത്രമല്ലേ നിൽക്കുള്ളൂ. പട്ടാപ്പകല് പാർക്കിലും ബീച്ചിലും ഒക്കെ അന്യ ആണുങ്ങൾക്കൊപ്പം ചുറ്റിത്തിരിയുന്ന അവളെ എന്തിനാ വല്യച്ഛ നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പം, ദേ, അവൾ അങ്ങനെ നടക്കുന്നതും നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതും ഞങ്ങൾക്കാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊന്നല്ല എന്ന് ജയൻ പറഞ്ഞു. ഞാനിനി ഇവിടെ നിന്ന് വലിയച്ഛനോട് ചിലപ്പോൾ തർക്കിച്ചെന്ന് വരും. ഞാൻ പോവുക, അവിടെ ചന്തമോള് ബർത്ത്ഡേ ആഘോഷം നടക്കാൻ പോവുക, ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലണമെന്ന് നയനടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അനി അവിടെ നിന്ന് പോയി. ജയൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയം പിന്നെ ഗോവിന്ദേട്ടന് ചായയായിട്ട് ചെല്ലുവാണ് നമ്മുടെ കനകം. നന്ദൂട്ടൻ വിളിച്ചായിരുന്നു ഗോവിന്ദേട്ടാ, ദേ പുതിയ ട്രെയിനർ വന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശം നയനയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും അയാൾ പോകാനായിട്ട്. അതായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു കേട്ടോ. ദേ, അപ്പം അവിടേക്ക് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ആ കൊച്ചിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ നടക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. നന്ദുവിനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അതിനെപ്പറ്റി അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നന്ദൂട്ടൻ ഇനി അബദ്ധം ഒന്നും പറ്റില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനിയെ കണ്ടപ്പം, ദേവയാനി ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ അതോ അതിലെ പോയപ്പോൾ കയറിയത് വല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണെന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മോനോട് എനിക്കും ഭയങ്കര ശത്രുതയായിരുന്നു എന്നും അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ എന്ന് ദേവയാനി വന്ന് പറയണം. ഇവരാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ നിൽക്കുക. എന്നാലേ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ദേവയാനി പറയാം ഇവരോട്. ഞാൻ വളർത്തിയ പയ്യനാ എൻ്റെ മോൻ, അതിലുപരി അവൻ്റെ മുത്തശ്ശൻ്റെ പാതയിലാണ് അവൻ വളർന്നതെന്നുള്ള കാര്യവും ദേവയാനി ഇവരോട് പറയണം. അതുകൊണ്ട് അവന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തെറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ദേവയാനി ഇവരോട് പറയുന്നു. ഇവരതിനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം. നയനയുടെ അച്ഛനും അമ്മയും മോനെ തള്ളി പറയുന്നതിൽ അവന് നല്ല വിഷമമുണ്ട് എന്ന് ദേവയാനി ഇവരോട് പറയുമ്പം, അപ്പം ഞങ്ങളുടെ വിഷമമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അങ്ങനെയല്ല, കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നവനാ എൻ്റെ മകൻ ആദർശ് എന്നുള്ള കാര്യം ദേവയാനി പറയണം. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് അവന് ഭാര്യയായിട്ട് കിട്ടിയതെന്ന് പറയുമ്പോൾ, രണ്ടാമത് പറഞ്ഞതേ ശരിയാ, എൻ്റെ മോള് അനന്തപുരം തറവാട് തകരാതിരിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുമെന്ന് കനകം പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പം ആ തറവാട്ടിൽ ഇരുട്ട് വീഴാത്തതെന്നും അവിടുത്തെ ആൾക്കാർ തമ്മിൽ തല്ലാത്തതും അതുകൊണ്ട് തന്നെയാണെന്നും ദേവയാനിയോട് ഇവർ പറയണേ. ഞാൻ പല തവണ മോളോട് പറഞ്ഞു മോളോട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്, പക്ഷെ മോളത് കേൾക്കുന്നില്ല. ഞങ്ങൾ വഴക്കിനൊന്നുമില്ല, ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്കത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം, അങ്ങനെ ആ മോളെ ഇനി തിരിച്ചൊന്നും തരത്തില്ലെന്ന് ദേവയാനി അന്നേരം ഗോവിന്ദേട്ടനോട് പറഞ്ഞു. നയനമോള് അനന്തപുരം തറവാടിൻ്റെ ഐശ്വര്യമാണെന്നും അതിലുപരി എൻ്റെ സ്വന്തം മോള് തന്നെ അവളെന്നും ദേവയാനി ഇവരോട് പറയുക കേട്ടോ. ഇനി നിങ്ങൾ എത്ര വാശി പിടിച്ചാലും മോൾ ഇവിടെ വന്ന് നിൽക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം. അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മോളോടാ ആദർശ് ഈ വലിയ ചതി ചെയ്തതെന്ന് പറയുമ്പം, അവൻ ആരെയും ചതിച്ചിട്ടില്ല കനകെ. സ്വന്തം അമ്മമാരെ എപ്പോഴും മക്കളെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കൂ. അതിലൊരു അത്ഭുതമൊന്നും ഇല്ല എന്ന് കനകം ദേവയാനിയോട് അന്നേരം പറഞ്ഞു. ഇന്നലെ വരെ ആദർശിനെ തള്ളി പറഞ്ഞു ആദർശിൻ്റെ അമ്മ. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അമ്മമാർക്ക് അധികം നാളൊന്നും മക്കളോട് പിണങ്ങിയിരിക്കാനേ ആവില്ലല്ലോ എന്നും കനക. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നയനമോള് വഞ്ചിച്ചതിൻ്റെ പേരിൽ ഈ ജന്മം ഞാൻ അവനോട് സ്നേഹം കാണിക്കില്ലായിരുന്നു കനകയെന്ന് ദേവയാനി പറഞ്ഞു. സ്വന്തം മോനാണെന്ന് നോക്കാതെ ഞാൻ അവനെ തള്ളിക്കളഞ്ഞേനെ. അപ്പം ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ഗോവിന്ദേട്ടൻ ദേവയാനിയോട് ചോദിക്കുമ്പം, വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്നും ദേവയാനി പറയുമ്പോൾ, അതിനേക്കാളും വലിയ ധർമ്മസങ്കടത്തിലാണ് ഞങ്ങളുള്ളതെന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു. തല്ലാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആദർശിനെ ന്യായീകരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ആദർശിൻ്റെ അമ്മ ഇങ്ങോട്ട് വരരുത് എന്ന് ഗോവിന്ദേട്ടൻ ദേവയാനിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവയാനി ഞെട്ടി. എൻ്റെ മകളുടെ അമ്മായിയം എന്നുള്ള നിലയിൽ ആദർശിൻ്റെ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഞങ്ങളെ കാണുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ മകന് വേണ്ടി വക്കാലത്ത് പറയരുതെന്ന് മാത്രം. അത് കേട്ട് ഈ സംഭവം ഓർത്ത് ഞങ്ങൾ കരയാത്ത ദിവസങ്ങളില്ല. മറ്റാര് ചെയ്താലും ഞങ്ങൾക്കത് കുഴപ്പമില്ലായിരുന്നു. ഒരു പരിധിവരെ ഞങ്ങളത് സഹിക്കുമായിരുന്നു. അത് അഭിയായിരുന്നെങ്കിൽ പോലും. അപ്പോൾ
ദേവനിക്ക് നോക്കുക. പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ച ആദർശാണ് ഇപ്പോൾ ഇവിടെ പ്രതിയായിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുമ്പം ആദർശിന് നയനമോളുടെ അച്ഛനും അമ്മയും വെറുക്കുന്നത് മറ്റാരേക്കാളും വിഷമമാണ് നമ്മുടെ നയനമോൾക്കെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. പിന്നെ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്നും ദേവയാനി പറയുക. കഴിയുമെങ്കിൽ ആദർശ് നയനമോൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിൽ ദേഷ്യം വെച്ച് അവനോട് സംസാരിക്കരുതെന്ന കാര്യം ദേവയാനി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും ഇവരിങ്ങനെ നോക്കുക. അങ്ങനെ വന്നാൽ ആദർശിനേക്കാൾ വേദനിക്കുന്നത് നിങ്ങളുടെ മകള് തന്നെയായിരിക്കുമെന്നും ദേവയാനി പറഞ്ഞു. അത്രയേ എനിക്കും പറയാനുള്ളൂ എന്നും. അപ്പോഴും ദേവയാനി കാര്യം പറഞ്ഞില്ല. പറയാതെ ദേവയാനി അങ്ങ് പോയി. ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കനകവും ഗോവിന്ദേട്ടനും ഇങ്ങനെ നോക്കുക. നയനമോൾക്ക് എന്താ കനകയെ പറ്റിയത്? അപ്പം എനിക്കൊന്നും അറിയില്ല ഗോവിന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ നയന ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുക. വീട്ടിൽ ചെന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചറിയാനായിട്ട്, വീട്ടിൽ പോയോന്ന് അറിയാനായിട്ട്. അപ്പം ചെന്ന് ചോദിച്ചു, അമ്മയ്ക്ക് എന്തൊരു സങ്കടം? ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ അമ്മയുടെ മുഖത്തൊരു സങ്കടം? ഒന്നുമില്ലെന്നേ, ഞാനിന്ന് അവിടെ വരെ പോയായിരുന്നു മോളുടെ വീട്ടിലേ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നയന. കനകയും മോളുടെ അച്ഛനും ഒക്കെ ആദർശിനെ വെറുക്കല്ലേ, അതുകൊണ്ട് ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല മോളെ. അവിടെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാളും അമ്മയെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാവുന്ന നയന പറഞ്ഞു നേരം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യങ്ങൾ അറിയാത്തിടത്തോളം കാലം അവരൊരിക്കലും അമ്മയുടെ ഭാഗം കേൾക്കില്ല, അമ്മയെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ എന്ന് നയന ദേവയാനിയോട് പറയുമ്പോൾ, സാരമില്ല മോളെ, ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരച്ഛനും അമ്മയും നമുക്കൊപ്പം നിൽക്കില്ല എന്ന് ദേവയാനി പറഞ്ഞു. എങ്കിലും എന്തൊക്കെയാണ് അവിടെ ചെന്നപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് ഇങ്ങനെ നയന ചോദിച്ചു. അതിപ്പോൾ എന്തിനാ മോളറിയുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടം. ഇനിയിപ്പോൾ അതിനെ ചൊല്ലി വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ദേവയാനി. നയന അവിടെ നിന്ന് വിഷമത്തോടെ പോകുമ്പോൾ, മോളെ നീ എന്താ ഒന്നും മിണ്ടാതെ പോണേന്ന് ചോദിച്ചു. അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും, അമ്മയോട് ഓരോന്ന് പറയാനായിട്ട്. അപ്പോഴാണ് അമ്മയായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്നത്. അതിനൊരു വഴി അമ്മയായിട്ട് ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോയി. ദേവയാനി വിഷമിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കനകവും ഗോവിന്ദനും കൂടെ അവിടെ ഇരിക്കുക. അപ്പം നയനയുടെ കോള് വന്നു. നയനയെന്നും പറഞ്ഞ് ഇവർ കോൾ എടുത്തു. അമ്മ അവിടെ വന്നപ്പോൾ അമ്മ ഇൻസൾട്ട് ചെയ്താണോ നിങ്ങൾ മടക്കി അയച്ചതെന്ന് ഇങ്ങനെ നയന ചോദിക്കുക. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഇൻസൾട്ട് ഒന്നും ചെയ്തില്ല, പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കനകം പറഞ്ഞു കേട്ടോ. പിന്നെ സ്വന്തം മോനെ ന്യായീകരിക്കാനാണ് ആ അമ്മ വന്നതെന്ന് ഇതിങ്ങനെ കനക പറയാ നയനയോട്. അപ്പം പിന്നെ ഞങ്ങളുടെ മകൾക്കുണ്ടായ അബദ്ധത്തെ പറ്റി ഞങ്ങളും പറയണ്ടേന്ന് ചോദിച്ചു. എന്ത് അബദ്ധം എനിക്ക് ഉണ്ടായെന്ന് അച്ഛനും അമ്മയും പറയുന്നതെന്ന് നയന ചോദിക്കുക. പിന്നെ അങ്ങനെയെങ്കിൽ ഞാനല്ലേ അവരെയൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കുമ്പം, നീ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ലെന്നാണ് ഞങ്ങളും ആലോചിക്കുന്നത്, അതാണ് ഞങ്ങളുടെ വിഷമവും എന്ന് കനക പറഞ്ഞു. അങ്ങനെ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞതല്ലേ എന്നും നയന ഇവരോട് ചോദിക്കണം. ആദർശേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യമില്ലാതെ ഞാൻ ആദർശേട്ടനൊപ്പം നിൽക്കുമെന്ന് രണ്ടാൾക്കും തോന്നുന്നുണ്ടോ എന്നും നയന ചോദിക്കുമ്പം, ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരെ അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഓരോരോ കള്ളങ്ങൾ പറയും, അതൊക്കെ ഇപ്പം നയനമോള് വിശ്വസിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. അമ്മേ, ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം, എൻ്റെ ഭർത്താവിനെയും അമ്മയെയും ഒരു കാരണവശാലും ഒന്നും പറയാൻ പാടില്ല, അവർ തെറ്റുകാരല്ല. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ പറയുന്നതെന്നറിയാതെ. അവരൊക്കെ നിരപരാധികളാണ് അമ്മേ, അവരെ വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കുന്നതല്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു. അതും പറഞ്ഞ് നയന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കനകത്തിനോട് ഗോവിന്ദേട്ടൻ ചോദിച്ചു എന്താ മോള് പറഞ്ഞതെന്ന്. അപ്പോൾ നയന പറഞ്ഞ കാര്യം കനക ഗോവിന്ദേട്ടനോട് പറഞ്ഞു. പിന്നെ പറയാനുള്ള കാര്യം നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ കനകയെന്ന് പറയുമ്പോൾ, പറയണം, പറഞ്ഞേ പറ്റുള്ളൂ, അതിൻ്റെ പേരിൽ ഉടക്കുന്നെങ്കിൽ അവളങ്ങ് കയറി ഉടക്കട്ടെ, അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു സംശയമുണ്ട് കനകയെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. എപ്പോഴും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പ്രതികരിക്കുന്നവളാണ് നയന. അങ്ങനെയുള്ള മോള് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആദർശിനെ ന്യായീകരിക്കുമോ എന്ന് കനകത്തോട് ഗോവിന്ദേട്ടൻ ചോദിക്കുക. ഇനി അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി കാണുമോ എന്ന് ചോദിച്ചപ്പം, എൻ്റെ ഗോവിന്ദേട്ട, എന്ത് ശരി ഉണ്ടായാലും ശരി, ആ ചന്തുമോൾക്കൊരു അമ്മയുണ്ടല്ലോ, ആ അമ്മയുമായിട്ട് ആദർശിന് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു, അതുപോലെ ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞുമാണ്. പിന്നെ ഇനി എന്ത് ന്യായീകരണം നടത്തിയാലും അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് കനക ഗോവിന്ദേട്ടനോട് പറയുമ്പോൾ, നമ്മുടെ ഗോവിന്ദേട്ടൻ എഴുന്നേറ്റിട്ട് എന്തായാലും ഇത് വല്ലാത്തൊരു പരീക്ഷണമായി പോയെന്ന് പറയാം. അപ്പോൾ ഗോവിന്ദേട്ട, എന്തൊക്കെ വന്നാലും നമ്മൾ നമ്മളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഓരോ സമയത്ത് അഭിമോനെ കാണുന്നത് തന്നെ നമുക്ക് ദേഷ്യമായിരുന്നു, എന്നിട്ട് ആദർശൻ നമ്മുടെ മോനെ പോലെയല്ലേ നമ്മൾ അവനെ സ്നേഹിച്ചത്, അതുകൊണ്ട് തന്നെ ഇപ്പം അവനോട് ഭയങ്കര വെറുപ്പ് എനിക്ക് തോന്നുന്നതെന്ന് ഗോവിന്ദേട്ടനും കനകയും കൂടെ നിന്ന് പറയുക. ഇപ്പം സത്യം പറഞ്ഞാൽ ആ വീട്ടിലോട്ട് പോകാൻ പോലും തോന്നണില്ല എന്നും പറഞ്ഞു. അപ്പോൾ പോവണ്ട,
എന്തിനാ വെറുതെ പോകുന്നേ? ഏതോ അന്യ കുഞ്ഞിനെ നമ്മുടെ മോള് സ്നേഹിക്കുന്നത് കാണാനോ? നമുക്ക് അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അവരവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നയന അവിടെ കൊച്ചിനെ ഒരുക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴേക്കും എന്തേ ആദർശ് വന്നു. ആഹാ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടി ആയല്ലോ എന്നും പറഞ്ഞു. അപ്പം ഇതല്ല ഇനി ഇടാൻ പോകുന്നത്. കേക്ക് മുറിക്കുന്ന സമയത്ത് എൻ്റെ മോള് മാലാഖക്കുട്ടി ആകുമെന്ന് നയന പറയാം. ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അച്ഛനും അമ്മയും ഒക്കെ മോൾക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോളോട് ഇത്തവണത്തെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കാമെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയാം. അങ്ങനെ കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് ആദർശ് പറഞ്ഞു. അവിടെയും പുതിയ ട്രെയിനർ ചാർജ് എടുത്തു എന്നുള്ള കാര്യം പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നന്ദുവിൻ്റെ അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ മുത്തശ്ശൻ റെക്കമെൻഡ് ചെയ്തതിനെ പറ്റിയൊക്കെ ഇന്ന് വരെ മുത്തശ്ശൻ ആർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഇന്നിപ്പോൾ നന്ദുവിന് വേണ്ടി മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സങ്കടത്തെപ്പറ്റി ആദർശ് പറയണം. അനിയുടെ അമ്മയും അതുപോലെ അപ്പച്ചിയൊക്കെ കാണിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതൊരു തറവാട് നശിപ്പിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിയെ പറ്റിയും അബിയുടെ അമ്മയെ പറ്റിയൊക്കെ പറയാം. എല്ലാ കാലവും എല്ലാം ഒന്നും നിലനിൽക്കത്തില്ല, അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ജന്മം എടുത്താലേ പറ്റുമെന്നും ആദർശ് ഇങ്ങനെ നയനയോട് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ആദർശ് അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനെ കൊച്ചുമായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നവ്യ മൈൻഡ് ചെയ്യാതെ പോവാം. അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് മോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ആ ചെല്ല് നിങ്ങൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ, മോളുടെ അച്ഛൻ വരുന്നില്ലേ എന്ന് നവ്യ ചോദിക്കും. അപ്പോൾ കൊച്ചിന് ഭയങ്കര ഒരു വിഷമം. നവ്യ കാണുമ്പോൾ പേടി. അച്ഛനും വരുന്നുണ്ടെന്ന് നയന പറഞ്ഞു. ഞങ്ങൾ 3 ആളും കൂടിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക, ആ കുഞ്ഞിനെ തുറച്ചു നോക്കുക. പുതിയ ഡ്രസ്സാണോ എന്ന് നവ്യ എന്നിട്ട് കൊച്ചിനോട് ചോദിച്ചു. അപ്പം അതെ, ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിച്ചു കേട്ടോ നയന. മാലാഖക്കുട്ടിയുടെ ഡ്രസ്സ് വാങ്ങിയായിരുന്നല്ലോ. ആ വാങ്ങി. അതെ, കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ജലജ അതുവഴി വരുന്നത്. ഏതായാലും നിനക്ക് രാജയോഗം കൊണ്ടടി കൊച്ചേ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊക്കെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് നവ്യ കൊച്ചിനോട് പറയുമ്പം അത് പിന്നെ പറയാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേ എൻട്രി. അപ്പം ഇവളുടെ അമ്മ വയ്യാതെ കിടക്കുക, എങ്കിലേ അവൾ മിടിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്, അല്ലെങ്കിലേ പുളിങ്കൊമ്പിൽ കയറി പിടിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ പറയുവാണ് ഈ ജലജ. ആദർശേ അനന്തപുരിയിലെ പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ ആദർശിനെ കയറി പ്രേമിച്ചതെന്നും എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ വശത്താക്കി എടുത്തു എന്നൊക്കെ നൈനിയോട് ഇങ്ങനെ പറയുക. അങ്ങനെയാണല്ലോ അവൻ അബദ്ധം പറ്റിയത്. അതിനുശേഷമായിരിക്കും അവളുടെ ബുദ്ധിക്ക് തേയ്മാനം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ തേയ്മാനോ? ആ തേയ്മാനം. അതുകൊണ്ടാ ആദർശിൻ്റെ കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് ഓടിക്കയറി വരാതിരുന്നതെന്ന കാര്യവും ഈ പുള്ളിക്കാരി ഇങ്ങനെ നിന്ന് പറഞ്ഞു. അങ്ങനെ വരാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നെങ്കിലേ നീ പിന്നെ ഇവിടെ വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ ജലജ ഇങ്ങനെ നയനോട് പറയുമ്പോൾ നയന ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് ഇവൾക്കൊപ്പം ഇവളുടെ അമ്മയും ഇവിടെ ആദർശിനൊപ്പം കണ്ടേനെന്നൊക്കെ പറഞ്ഞപ്പം ഇതിനെ എന്തു മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് നയന പറയുമ്പം അമ്മ പറഞ്ഞത് സത്യ. ഇവളും ഇവളുടെ അമ്മയും കൂടി ഇവിടെ കയറി വന്നിരുന്നെങ്കിലേ ആദർശേട്ടൻ്റെ മുത്തശ്ശനെ അമ്മയും കുഞ്ഞിനെയും ഏറ്റെടുക്കാതിരിക്കുമെന്ന് നവ്യ ചോദിച്ചു. ആദർശേട്ടന് പിന്നെ ഇവരെ രണ്ടുപേരെയും തള്ളിക്കളയാൻ പറ്റുമെന്നും ചോദിച്ചു. നല്ലൊരു ദിവസമായിട്ട് വെറുതെ അതിനെ ഇല്ലാണ്ടാക്കുന്നില്ല. മോൾ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നയന കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. ആ കൊച്ചിട്ടിരിക്കുന്ന ഭയങ്കര വിലപിടിപ്പുള്ള ഡ്രസ്സാണ് മോളെ എന്നും പറഞ്ഞ് ഇവിടെ നിന്റെ കൊച്ചിന് ഒരു കുഞ്ഞെടുപ്പ് വാങ്ങിച്ചു തരാൻ ആരും സമയം കണ്ടെത്തുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ജലജ നവ്യെ പിരികേറ്റുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേലാക്കുന്ന നീ